ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. യശോദ ബോധം കെട്ട് വീണിരിക്കുകയാണ്. അവിടേക്ക് അച്ഛനും മുത്തശ്ശിയും രാധികയും വന്നു. എല്ലാവരും കൂടി യശോദയെ താങ്ങിയെടുത്ത് വെള്ളം കൊടുപ്പിക്കുകയാണ്. എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്നൊക്കെ രാധിക ചോദിച്ചപ്പോൾ തന്ത്രി പറയുന്നുണ്ട്, കുറേ നേരമായിട്ട് സങ്കടത്തിലായിരുന്നു. നിന്റെ അടുത്ത് വന്ന് നിന്റെ അടുത്ത് കിടക്കാമെന്ന് വെച്ചാണ് അമ്മ എഴുന്നേറ്റ് പോകുന്നത്. പിന്നെ ഞാൻ കേൾക്കുന്നത് ഈ വീഴ്ചയാണ്. സങ്കടപ്പെടാൻ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് എന്നെ മുത്തശ്ശി പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, ഇല്ലേ സങ്കടപ്പെടാൻ ഇവിടെ ഒന്നും ഇല്ലേ, മനസ്സ് കത്തുകയാണ് അമ്മേ. അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താടോ ഞാൻ അറിയാതെ തൻ്റെ മനസ്സിൽ ഒരു കാര്യമോ എന്താണെന്നും പറയേ, പരിഹരിക്കാൻ പറ്റാത്ത എന്താ കാര്യമെന്ന് പറയേ. യശോദ പറയുന്നു, അങ്ങ് എന്നോട് പൊറുക്കണം. ഇതിനാരെക്കൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല, ഇതിനാരെക്കൊണ്ടും ഉത്തരവുമില്ല. ഇവളെ കൊണ്ടുപോയി കിടത്ത്. തല കറങ്ങി വീണിട്ട് എന്തോ പിച്ചമ്മയും പറയുകയാണെന്ന് മുത്തശ്ശി. അല്ല, ദൈവം കൂടിച്ചേർത്തത് മനുഷ്യനായിട്ട് പിരിച്ചു, അത് ദൈവനിഷേധമല്ലേ? അതിൻ്റെ ശാപം പറഞ്ഞു തീർക്കാൻ പറ്റുമോ ആർക്കെങ്കിലും എന്നൊക്കെ യശോദ പറയുമ്പോൾ തന്ത്രി പറയുന്നുണ്ട്, ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യനായിട്ട് പിരിച്ചു എന്നോ? അതെന്താ, എന്ത് കാര്യമോ ആരുടെ കാര്യമോ താൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടി ഉള്ളിൽ അടക്കി വെച്ച് ചത്തുപോകും ഞാൻ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു. യശോദയെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയേ, സങ്കടങ്ങൾ താങ്ങി നടക്കാൻ തന്നെ ഞാൻ അനുവദിക്കില്ല, പറയടോ എന്നൊക്കെ പറഞ്ഞ് തന്ത്രി യശോദയെ നിർബന്ധിക്കുന്നു. താൻ എഴുന്നേക്കടോ എന്നൊക്കെ തന്ത്രി വീണ്ടും യശോദയോട് പറഞ്ഞിട്ട് യശോദയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ടെൻഷനോടെ നിൽക്കുകയാണിപ്പോൾ മുത്തശ്ശിയും രാധികയും. രണ്ടുപേരും ഇപ്പോൾ പൂജാമുറിയിലേക്കാണ് ചെന്നത്. നമ്മുടെ അഭയവും ആശ്രയവും ഈ ഭഗവാനാണ്. ഇവിടെ നിന്ന് താൻ പറയണം തൻ്റെ മനസ്സിലെ പ്രശ്നം എന്താണെന്ന് എന്നൊക്കെ തന്ത്രി പറയുന്നു. ആരുടെ കാര്യമാണ് തൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? എന്താണ് താൻ പറഞ്ഞ വിഷയം? യശോദേ എന്നൊക്കെ തന്ത്രി പറയുമ്പോൾ രണ്ടുപേരെയും യശോദയൊന്ന് മാറി മാറി നോക്കി. രണ്ടുപേരും പറയരുത് എന്നാണ് തലയാട്ടി കാണിക്കുന്നത്. ഇപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദയും. ഒന്നും മിണ്ടാതെ തന്നെ ഇപ്പോൾ യശോദ പുറത്തേക്ക് പോകുന്നു. എന്താ അവക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് തന്ത്രി കൂടെ പോവുകയാണ്. അത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യമാണ്, നാട്ടിലുള്ള ഒരു കൂട്ടുകാരി കനക. ഇന്നവൾ വിളിച്ചിരുന്നു. എന്ത് പറ്റി, വിവാഹത്തിൽ എന്തോ കുഴപ്പം നടന്നു എന്ന് പറഞ്ഞത് അവിടെയാണോ എന്ന് തന്ത്രി ചോദിക്കുന്നു. അതെ, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് സംഭവിച്ചു. അവളുടെ മകളുടെ കല്യാണമായിരുന്നു. മുഹൂർത്ത സമയത്ത് ആ പെൺകുട്ടി വേറെ ആരുടെയോ കൂടെ പോയി. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി അവളുടെ മറ്റൊരു മകളെയാണ് കതിർ മണ്ഡപത്തിലേക്ക് കയറ്റിയത്. അവളുടെ കഴുത്തിലാണ് താലി കെട്ടിയത്. ഇത് കേട്ട് രാധിക കരയുന്നു. അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ടല്ലോ. കുടുംബത്തിന്റെ ഗൗരവം നോക്കാതെ എത്രയോ കുട്ടികൾ അങ്ങനെ പെരുമാറുന്നു. അങ്ങനെ ഒരു വിവാഹം നടക്കാനായിരിക്കും വിധി. ഇത് കേട്ട് യശോദ ഉറക്കെ പറയുന്നു, അങ്ങനെയല്ല വിധി. വിവാഹം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഓടിപ്പോയ മകൾ തിരിച്ചെത്തി. മണവാട്ടിയായി കഴുത്തിൽ താലി ഏറ്റി വാങ്ങിയ ആ പെണ്ണിനോട് ആ താലി അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. ആദ്യം നിശ്ചയിച്ച കുട്ടിയെ തന്നെ മണവാളോടൊപ്പം അയക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയാണോ താനി പറയുന്നത്? അങ്ങനെ ഒരു കാര്യത്തിന് നിർബന്ധിക്കാൻ ആർക്കാണ് പറ്റുന്നത്? മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു അച്ഛനുമാക്കി അത് പറ്റുമോ എന്നൊക്കെ തന്ത്രി ചോദിക്കുന്നു. ഇല്ല, പക്ഷേ സംഭവിച്ചു എന്ന് താലിമാലയടക്കം ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നും എല്ലാവരും അഴിച്ചു മാറ്റിയെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് യശോദ. അവൾ കാണുകെ ഓടിപ്പോയവൾ മണവാട്ടിയായിട്ട് അയാളുടെ കൂടെ അയച്ചു. ഈശ്വര, എന്തൊക്കെയായി കേൾക്കുന്നത് എന്ന് തന്ത്രി. എൻ്റെ കൂട്ടുകാരി ആ അമ്മ നിസ്സഹായിയായിരുന്നു. അവൾക്കിനി ഈ ജന്മം സ്വസ്ഥത കിട്ടുമോ? എപ്പോഴെങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് ആ രഹസ്യം അടങ്ങുമോ? കരഞ്ഞു ഞാൻ തളർന്നു പോയത് അതുകൊണ്ടാണ് എന്നൊക്കെ യശോദ പറയുമ്പോൾ ഇപ്പോൾ ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ തന്ത്രി പോകുന്നു. തന്ത്രി പോയതിനു ശേഷം എന്താ അമ്മേ, എന്തിനാ അമ്മേ എന്നൊക്കെ രാധിക കരഞ്ഞുകൊണ്ട് അമ്മയോട് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റണില്ലടി എന്ന് പറഞ്ഞ് രാധികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് യശോദ. ഇതെല്ലാം കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് മുത്തശ്ശിയും. അതും ആലോചിച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ് തന്ത്രി. മുത്തശ്ശി അവിടേക്ക് വന്നു. ഇപ്പോൾ യശോദയും രാധികയും അവിടേക്ക് വന്നു. തെറ്റ് കൊടും പാപം തന്നെയാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. മംഗല്യഭാഗ്യം നിശ്ചയിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ദൈവമാണ്. ആ തീരുമാനം അട്ടിമറിച്ചത് ആരായാലും അവർക്ക് മോക്ഷം കിട്ടില്ല. കൂട്ടുകാരിയെ ഇനി വിളിക്കുമ്പോൾ യശോദ പറയണം, ഈ നിശബ്ദതയും കണ്ണുനീരുമല്ല അമ്മയുടെ ചുമതലയെന്ന്. എല്ലാം ഒരു നല്ല സ്ത്രീയാണെങ്കിൽ എല്ലാം തുറന്നു പറയണമായിരുന്നു. പിന്നെ ആ പറഞ്ഞ മകളുണ്ടല്ലോ, മുഹൂർത്ത സമയത്ത് ഓടിപ്പോയി മറ്റൊരുത്തിയുടെ താലി അറുക്കാൻ വേണ്ടി തിരിച്ചെത്തിയവൾ, അവളൊരു ശാപജന്മമാണ്. ആയുസിൽ ഇനി ബാക്കിയുള്ള ദിനങ്ങൾ അവൾക്ക് ആസ്വദിക്കാനുള്ളതായിരിക്കില്ല, അനുഭവിക്കാനുള്ളതായിരിക്കും. ഒരു കാര്യം യശോദ മനസ്സിൽ ഉറപ്പിച്ചോളൂ, അന്ന് ആ കതിർ മണ്ഡപത്തിൽ ആ പുരുഷന്റെ താലി കഴുത്തിൽ ഏറ്റുവാങ്ങിയ അവൾ തന്നെയാണ് അവന്റെ യഥാർത്ഥ ഭാര്യ.
ഇത് പറയുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ രാധികയെ നോക്കുന്നു. പിന്നെയും തന്ത്രി പറയുന്നു, കാലം എത്ര കഴിഞ്ഞാലും സത്യത്തിലും ന്യായത്തിനും വിലയുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും ഒന്നിക്കുന്നത്. ആ പെൺകുട്ടി തന്നെയാണ് എന്നേക്കും അവന്റെ വധു. അവൾക്ക് ഇനിയൊരു വിവാഹമില്ല. ദൈവവിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങൾ പോലെ ഏറ്റെടുക്കുന്നതും പരിഹരിക്കുന്നതും നല്ലതാണ്. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ വീണു പോകാതെ നോക്കണം, കേട്ടോ യശോദേ എന്ന് പറഞ്ഞിട്ട് തന്ത്രി അകത്തേക്ക് പോകുന്നു. വളരെ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു, നിനക്കെല്ലാം ഒന്നിച്ചു തീർക്കണമായിരുന്നു അല്ലേ? അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ മുത്തശ്ശി പോകുമ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദ. ഉള്ളിലുള്ളതെല്ലാം പെയ്തു തീരാൻ ഇത്രയെങ്കിലും അമ്മയൊന്ന് ചെയ്തോട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ യശോദ പറയുന്നു. വീണ്ടും അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് രാധിക. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വഴിയിൽ കൂടി എന്തൊക്കെ ആലോചിച്ചാണ് രാധിക വരുന്നത്. ദൈവമേ, അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള മനസ്സ് കൊടുക്കണേ. ഒരിക്കലും അച്ഛനോ കണിമംഗലത്തുകാരോ അറിയാനുള്ള സാധ്യത കൊടുക്കരുത് എന്നൊക്കെ രാധിക പ്രാർത്ഥിച്ചു വരുമ്പോഴാണ് വരുണിന്റെ കാർ അവിടേക്ക് വന്നത്. വരുണിന്റെ കാർ നേരെ വന്ന് നിൽക്കുന്നത് രാധികയുടെ മുന്നിലാണ്. വരുൺ ഇറങ്ങിയപ്പോൾ രാധികയെ കണ്ടു. വരുൺ സന്തോഷത്തിലാണ്, എന്നാൽ രാധിക ടെൻഷനിലും. പെട്ടെന്ന് രാധിക ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ വരുൺ പറയുന്നു, എടോ ഒന്ന് നിൽക്കേ, ഞാൻ തന്നെ കാണാനാ വന്നിരിക്കുന്നത്. എന്നാൽ രാധിക വീണ്ടും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. രാധികയുടെ പിന്നാലെ ഓടുകയാണ് വരുൺ. നിൽക്കാതെ രാധിക ഓടുന്നു, പിന്നാലെ വരുണും ഓടുകയാണ്. വരുണിന്റെ കണ്ണിൽ നിന്നും രാധിക ഒഴിഞ്ഞു മാറി ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്നു. വരുണിന്റെ പിന്നിൽ കൂടി രാധിക പോയിട്ടും വരുൺ കാണുന്നില്ല. എന്തായാലും അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും എന്നൊക്കെ വരുൺ ആലോചിക്കുന്നു. ഇപ്പോൾ രാധിക ഓടി വന്ന് നിൽക്കുന്നത് മറ്റൊരാളുടെ മുന്നിലാണ്. ഒരു കാറിന്റെ മുന്നിൽ. അത് മറ്റാരുമല്ല, ഗൗതം തന്നെയാണ്. ഗൗതം ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി ഒരു പുഞ്ചിരിയോടെ രാധികയെ നോക്കുന്നു. ക്ഷമിക്കണം കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് രാധിക. അതിനെന്താ, സാരമില്ല എന്ന് ഗൗതം. നിന്റെ പേരെന്താ? പേര് ചോദിച്ചാൽ പറഞ്ഞിട്ട് പോ, അതല്ലേ അതിന്റെ മര്യാദ എന്ന് ഗൗതം ചോദിക്കുന്നു. എന്തിനാ എൻ്റെ പേരറിയുന്നത് എന്ന് രാധിക പറയുമ്പോൾ, നീ ദേവനാരായണ തിരുമേനിയുടെ വീട്ടിലെ വേലക്കാരിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഗൗതം. അതെ എന്ന് രാധിക. നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഞാൻ കണിമംഗലത്താണ്. പ്രിയങ്കയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കണിമംഗലത്തെയാണ്. ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കൂടെ വണ്ടിയിൽ കയറ്, ഞാൻ നിന്നെ വീട്ടിലാക്കാമെന്ന് ഗൗതം. വേണ്ട, ഞാൻ നടന്നു പൊയ്ക്കോളാമെന്ന് രാധിക. അതെന്താ, വഴിവെക്കൽ വെച്ച് ഒരു ബന്ധുവിനെ കണ്ടാൽ ചില മര്യാദകളില്ലേ, പ്രത്യേകിച്ച് നിന്നെപ്പോലെയുള്ള ചന്തമുള്ള പെങ്കൊച്ചുങ്ങളെ. വേലക്കാരിയാണെന്ന് കണ്ടാ പറയില്ല എന്നൊക്കെ ഗൗതം പറയുന്നു. സൗന്ദര്യത്തിൽ മൂടി നിൽക്കുകയാണ്. വരുൺ ദേവനാരായണന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തു. ദേവനാരായണന്റെ വേലക്കാരിക്ക് ഞാനൊരു ജീവിതം തരാം, ആരും അറിയണ്ട, രഹസ്യമായിട്ട് മതിയെന്നൊക്കെ ഗൗതം പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ രാധിക ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നോക്ക്, കണിമംഗലത്ത് നാരായണൻ തിരുമേനിയുടെ ഭാവി ഭദ്രമായിട്ടിരിക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാവരുടെയും മനസ്സ് സന്തോഷിക്കണ്ടേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സന്തോഷം. തൽക്കാലം എന്നെ സന്തോഷിപ്പിക്കാൻ നീ മതി, വന്ന് വണ്ടി കയറ് എന്ന് പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. എന്നാൽ വിട് എന്ന് പറഞ്ഞ് രാധികയും ബഹളം വയ്ക്കുന്നു. വേലക്കാരി കണിമംഗലത്തുകാർക്കും കൂടി സ്വന്തമാടി. വേലക്കാരിക്ക് ശബ്ദമുയർത്താൻ അവകാശമില്ല എന്നൊക്കെ ഗൗതം പറഞ്ഞിട്ട് രാധികയെ പിടിച്ചു വലിക്കുന്നു. വിട് എന്ന് പറഞ്ഞ് ഗൗതമിന്റെ കരണത്തടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാധിക. ഗൗതമിന്റെ കൈ തട്ടിമാറ്റി. അത്രയും അന്തസ്സുള്ള ഒരു തറവാട്ടിൽ ഇത്രയും വൃത്തികെട്ടവനുണ്ടാവുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. മുതലാളിമാരെ കാണുമ്പോൾ നിശബ്ദമായി നിന്ന വേലക്കാരികൾ മാത്രമേ നീ കണ്ടിട്ടുണ്ടാവൂ. പക്ഷേ എന്നോട് കളിക്കാൻ വരരുത് എന്ന് പറഞ്ഞ് രാധിക പോകുന്നു. എന്നാൽ വീണ്ടും ഗൗതം രാധികയുടെ കയ്യിൽ പിടിച്ച് നിൽക്കാൻ പറയുന്നുണ്ട്. എന്നാൽ രാധിക ഗൗതമിനെ തട്ടി മാറ്റിയിട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. ഗൗതം പിറകെ ഓടുന്നു. എന്നെ തള്ളിയിട്ട് നീ പോകാമെന്ന് കരുതിയോ, നിൽക്കേടി എവിടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം പിന്നാലെ ഓടുന്നുണ്ട്. അവസാനം മറ്റൊരു വഴിയിലൂടെ ഓടുമ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വരികയായിരുന്നു ഒരാൾ. അവിടെ എന്നൊക്കെ രാധിക അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അത് കൊള്ളാലോ, നമ്മുടെ നാട്ടിൽ വന്ന് ഒരുത്തൻ ഈ ഇവിടുത്തെ കൊച്ചിനെ ഉപദ്രവിക്കണമെങ്കിൽ അതൊന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞ് അയാൾ ഗൗതമിന്റെ അടുത്തേക്ക് വന്ന്, ആരാടാ നീ, എന്താ നാട്ടിൽ വന്നേന്ന് എന്നൊക്കെ ചോദിക്കുന്നു. നീ ആരാടാ, പോലീസോ അതോ നിനക്കോ നിന്റെ തന്തയ്ക്കോ ഈ നാട് തീരെഴുതി തന്നിട്ടുണ്ടോ എന്നൊക്കെ ഗൗതമും ചോദിക്കുന്നുണ്ട്. എടാ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ തടി കേടാവുമെന്ന് മറ്റൊരാൾ പറയുന്നു. ചുമ്മാതിരിക്കണം, ഞാൻ ഈ പേടിപ്പിക്കൽ കണ്ടിട്ടുള്ളതാണ്. കൂടുതൽ അഭ്യാസം കാണിച്ചാൽ കുടുംബത്തെ കിടന്ന് ഉറങ്ങില്ല, വീട്ടിനകത്ത് കയറി ഞാൻ വെട്ടും എന്ന് ഗൗതം പറയുമ്പോൾ, അന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഗൗതമിനെ അയാൾ ഇപ്പോൾ അടിച്ചിടുകയാണ്. എല്ലാവരും കൂടി ഗൗതമിനെ പൊരിച്ചടുക്കി. ഇടയ്ക്ക് ഗൗതമം കൊടുക്കുന്നുണ്ടെങ്കിലും 4 പേരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഗൗതമിനെ. എല്ലാം കണ്ട് ഭയന്ന് നിൽക്കുകയാണ് രാധിക. മോള് വീട്ടിൽ പോകോ, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അവർ പറയുന്നു.
എടി നീ പൊയ്ക്കോ, പക്ഷേ നിന്നെയും ഇവനെയും ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട എന്ന് ഗൗതം ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പേടിയോടെ തന്നെ രാധിക ഇറങ്ങിപ്പോവുകയാണ് അവിടുന്ന്. ഗൗതം അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുണിനെ രാധികയുടെ പാദസരം കിട്ടിയിരിക്കുന്നു. ആ പാദസരം കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വരുൺ അന്ന് കിട്ടിയതായിരുന്നു ആ പാദസരം. വരുൺ ഇപ്പോൾ രാധികയെ പറ്റിയുള്ള ആ ഒരു നിമിഷങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അന്ന് ആദ്യമായി കണ്ട നിമിഷം ആ പാറയുടെ മുകളിൽ നിന്ന് കിട്ടിയതായിരുന്നു ആ പാദസരം. ഇന്നും വരുൺ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രാധികയുടെ ഓർമ്മയ്ക്കായി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.